ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ സുധർമ്മ പറയുന്നുണ്ട്, എന്തായാലും ഇവിടെ നിൽക്കാൻ പറ്റില്ല, എൻ്റെ അച്ഛനും അമ്മയൊക്കെ വരുന്നുണ്ട് ഇന്ന്, അപ്പോൾ അവർക്ക് കിടക്കാനുള്ള സ്ഥലം ഇവിടെ ഉള്ളൂ എന്ന് പറയുമ്പോൾ അമ്മ പറയുന്നുണ്ട്, സുധർമ്മ ഇന്നൊരു ദിവസം രാത്രി മാത്രം ഞങ്ങൾ ഇവിടെ എവിടെയെങ്കിലും കിടന്നോട്ടെ എന്ന് ചോദിക്കുമ്പോഴേക്കോ പറ്റില്ല എന്ന് പറഞ്ഞില്ലേ എന്ന് ബാലന പറയാണ്. എടാ ബാല, ഞാൻ ഇവിടെ ഈ നാട്ടിൽ നിന്നപ്പോൾ എൻ്റെ ആദ്യത്തെ ഫ്രണ്ട് നീയായിരുന്നു, നിനക്കും അങ്ങനെ തന്നെ ആയിരുന്നില്ലടാ. അതേടാ, ഞാൻ നിന്നെ ഫ്രണ്ടായിട്ട് തന്നെയാണ് കണ്ടത്, അതാ നീ എത്ര ദുഷ്ടതരം കാണിച്ചത്, നിന്റെ കൂടെ തന്നെ ഞാൻ നിന്നത്. പക്ഷെ നീ അങ്ങനെയല്ല, നീ നല്ല അസൂയയും അതുപോലെ തന്നെ നല്ല അഹങ്കാരമുള്ള ഒരുത്തനാണ് എന്ന് പറയാണ്. അതിനുശേഷം സുധർമ്മ പറയണം, ഇവരെന്തിനാ ഇത്രമാത്രം അതം പതിക്കുന്നത്, ഇവരെ കൊച്ചുമകളൊക്കെ എന്ത് നിലയിൽ താമസിക്കണമെന്നറിയാവോ, ഈ നാട്ടിലെ തന്നെ ഏറ്റവും വലിയ പണക്കാരിയാ കല്യാണി, അവരുടെ മുമ്പിൽ പോയിട്ട് കൈ നീട്ടിക്കൂടെ, കല്യാണി മോളെ കണ്ട് നിങ്ങളെ സഹായിക്കും, കാരണം അത്ര മനുഷ്യപ്പെട്ടുള്ള ഒരു മോളാ, ഇവർക്ക് പിന്നെ പെൺപിള്ളേരെ പിടിക്കില്ലല്ലോ സുധർമ്മ എന്ന് ഭാരണം പറയാണ്. അത് ശരിയാ, പെൺപിള്ളേരെ പിടിക്കില്ല, പെൺപിള്ളേരെ കല്യാണം കഴിച്ച് ഗർഭിണിയാക്കണം വരെ ഇയാൾക്ക് പെണ്ണിനെ ആവശ്യമുള്ളൂ, പെൺകുട്ടികളെ ജനിച്ചാൽ ഇയാൾക്ക് ആവശ്യമില്ല, അതിലെന്തോ ഇയാൾക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത പോലെ ഇയാളെ നിൽക്കുന്നത് എന്ന് പറയാണ്. പിന്നെ ഒരുത്തനുണ്ടല്ലോ രാജകുമാർ എന്ന് പറഞ്ഞ് നിൽക്കണ ഒരുത്തനും, അവൻ രാജകുമാരാണ്, അത്ര രാജകുമാരൻ, അത് കേൾക്കുമ്പോൾ എനിക്ക് ചൂലെടുക്കാൻ തോന്നും എന്ന് സുധർമ്മ പറയുമ്പോൾ പ്രകാശ് പറയുന്നുണ്ട്, സുധർമ്മ നാവിൽ നാക്കുണ്ടെന്ന് വെച്ചിട്ട് എന്തും പറയാൻ നാവല്ലേ, ഞങ്ങൾക്കും ഉണ്ടാവും കെട്ട സമയം നല്ല സമയം എന്ന് പറയുമ്പോൾ ബാലണ്ണം പറയുന്നുണ്ട്, എടാ പ്രകാശ, നിനക്കിനി നല്ല സമയമൊന്നും ഇല്ലടാ, എല്ലാം കെട്ട സമയം തന്നെയാണ് എന്ന് പറയണ്ടേ. അല്ലെങ്കിൽ സുധർമ്മ പറഞ്ഞത് ശരി തന്നെയാണ്, നിങ്ങളിപ്പോൾ ഇവിടെ കയറി താമസിപ്പിച്ചാലേ രാത്രിയാകുമ്പോൾ നിങ്ങളുടെ മോൻ വരുമ്പോൾ നിങ്ങൾ വാതിൽ തുറന്നു കൊടുക്കും, അതുകൊണ്ട് താമസിപ്പിക്കാൻ പറ്റുന്നില്ല, അങ്ങനെ കണ്ട കൊലപാതകൾക്ക് മോഷ്ടിതവനും കയറി കിടക്കാൻ പറ്റിയ വീടൊന്നുമല്ല ഇത്, പ്രകാശം പോവാൻ നോക്ക് എന്ന് ബാലണ്ണം പറയാണ്. അമ്മേ വാമേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അമ്മുമ്മേനെയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് അങ്ങോട്ട് പോകുക കേട്ടോ. അതിനുശേഷം നമ്മുടെ അമ്മുമ്മേനെയും പ്രകാശം കൊണ്ട് ഒരു വെയിലത്തിന് നടന്ന് ഒരു വൃദ്ധസദനത്തിൻ്റെ അടുത്തെത്തേണ്ട സായാഹ്നം എന്ന് പറഞ്ഞിട്ടുള്ള വൃദ്ധസദനത്തിൻ്റെ അടുത്തെത്തുവാണ്. പ്രകാശം പറയണ്ട, അമ്മേ നമുക്ക് ഇവിടെ നിന്ന് ചോദിച്ചാലും നിൽക്കാൻ പറ്റുന്നു, എടാ നമ്മളേക്ക് ഇവിടെ എടുക്കൂടാ എന്ന് അമ്മമ്മ ചോദിക്കുമ്പോൾ എന്നെ എടുക്കില്ലായിരിക്കും, പക്ഷെ അമ്മേനെ എടുക്കും, കണ്ടില്ലേ ഇവിടെ എല്ലാവരും പ്രായമുള്ളവരാ, അപ്പോൾ നീ എന്ത് ചെയ്യൂടാ, ഞാൻ വല്ല കടത്തിണയിലങ്ങനെ കിടന്നോളാമേ, എന്നൊരു ദിവസം രാത്രി അമ്മ ഇവിടെ നിൽക്കും, പിറ്റേ ദിവസം ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം എന്ന് പ്രകാശം പറയാണ്. അതിനുശേഷം അവിടുത്തെ മേഡത്തിനെ പോയി കാണുന്നുണ്ട് പ്രകാശിനും അമ്മയും കൂടിയിട്ട്. പ്രകാശൻ അവിടെ മാഡത്തിന് പറയണ്ട, എങ്ങനെയെങ്കിലും ഇവിടെ അമ്മേനെ നിർത്തണമെന്ന് പറയാണ്. അല്ല ഇവർക്കപ്പോൾ വീട്ടുകാരൊന്നില്ലേ, നിങ്ങൾ ഇവരുടെ മകനല്ലേ, അതെ എന്ന് പറയണം. പിന്നെ ഇതിന് നിങ്ങൾ ഇവരെ ഉപേക്ഷിക്കണത്, നിങ്ങൾക്ക് നല്ല തണ്ടും തടിയൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾക്ക് അധ്വാനിച്ച് അമ്മേനെ നോക്കിക്കൂടെ എന്ന് പറയുമ്പോഴേക്കും അമ്മ പറയണ്ട്, എൻ്റെ മേഡം ഇവന് 3-4 അറ്റാക്ക് കഴിഞ്ഞ ആളാണ്, പിന്നെ ഇവൻ്റെ ശരീരമൊന്നും ശരിയല്ല മേഡം, എപ്പോഴും എങ്ങനെ അസുഖം വന്നുകൊണ്ടിരിക്കും, ഇവനെ എന്നെ നോക്കാൻ പറ്റില്ല, അപ്പം നിങ്ങൾ കൊച്ചുമക്കളൊന്നും ഇല്ലേ എന്ന് മാഡം ചോദിക്കുമ്പോഴേക്കും ആരും ഇല്ല മേഡം എന്ന് പ്രകാശം പറയാണ്. ഇന്നൊരു ദിവസം രാത്രി ഒന്ന് നിർത്താവോ, നാളെ ഞാൻ എന്തിലേക്ക് വഴി ഉണ്ടാക്കാൻ നോക്കാം. ഞാൻ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇവിടുത്തെ തീരുമാനങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല, ഇവിടുത്തെ മാനേജ്മെന്റ് തീരുമാനമൊക്കെ എടുക്കുന്നത്, ഇന്നൊരു ദിവസം രാത്രി മാത്രം ഞാനിവിടെ നിർത്താം, പിന്നെ മാനേജ്മെന്റിന്റെ ഒരു മാഡം നാളെ വരും, ആ മാഡം ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കണത്, ആ മാഡം എല്ലാ കാര്യങ്ങളും നോക്കുക മാത്രമല്ല ഇവിടുത്തെ പണവും കാര്യങ്ങളൊക്കെ ചെയ്യണത്, അപ്പം അതുകൊണ്ട് ആ മാഡം നല്ല മനുഷ്യത്വമുള്ള മാഡമാണ്, ആ മാഡത്തിനോട് നാളെ കയ്യോ കാലോ പിടിച്ചിട്ട് അമ്മ ഒന്ന് സംസാരിച്ച് നോക്കുക, ചിലപ്പോൾ ഇവിടെ നിർത്താൻ സമ്മതിക്കുമായിരിക്കും, ഇവിടെ അങ്ങനെ പെട്ടെന്ന് കയറി വന്നവരെ നിർത്താൻ പറ്റുന്ന സ്ഥലമൊന്നുമല്ല, ശരിക്കും അന്വേഷിച്ചു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് നിർത്താൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ അമ്മ പറയണ്ട, അയ്യോ ആരുമില്ല, എല്ലാവരും ഞങ്ങൾ തള്ളിക്കളഞ്ഞു മേഡം, അങ്ങനെ എല്ലാവരും അങ്ങനെ കുറ്റം പറയല്ലേ, അങ്ങനെ എല്ലാം വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ, ആരാണ് തള്ളിക്കളഞ്ഞും ആരുടെ കയ്യിലിരിപ്പാണ് മോശം എന്നൊക്കെ അന്വേഷിച്ചാലല്ലേ മനസ്സിലാവുള്ളൂ എന്ന് മേഡം പറയാണ്. എന്തായാലും ഒരു കാര്യം ചെയ്യാം, ഇന്നൊരു ദിവസം ഇവരുടെ നിൽക്കട്ടെ എന്ന് പറയാണ്. ശരി മേഡം, വളരെ ഉപകാരം എന്ന് പറഞ്ഞിട്ട് പ്രകാശം അവിടെ നിന്ന് ഇറങ്ങുവാണ്. അമ്മേ ഞാൻ പോകുവാണേ, ഞാൻ വരാൻ കേട്ടോ എന്ന് പറഞ്ഞിട്ട് അമ്മയുടെ കയ്യിലേക്ക് ഉമ്മ കൊടുക്കുന്നുണ്ട്, ശരിയുടെ മോനെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അമ്മൂമ്മ ആകെ വിഷമിച്ചിരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ പ്രകാശനാണ്. പ്രകാശൻ രാത്രി ആകുമ്പോഴേക്ക് വിശന്നിട്ട് വയ്യ, അതുകൊണ്ടൊരു തട്ടുകടയിലേക്ക് കയറുവാണ്. തട്ടുകടയിൽ കയറിയ പ്രകാശൻ അവിടെ നിന്ന് മൂക്കുമുട്ട തിന്നുവാട്ടോ. അപ്പോൾ തട്ടുകടയിൽ ആ ചേട്ടാ ചോദിക്കേണ്ട, എന്തെങ്കിലും കഴിക്കാൻ ഇനി വേണോ എന്ന് ചോദിക്കുമ്പോഴേക്കും ഇനി എന്താ ഉള്ളതെന്ന് ചോദിക്കുമ്പോൾ ബീഫ് ഉണ്ട്, ചിക്കൻ ഉണ്ട്, എല്ലാം ഉണ്ട് സർ എന്ന് പറയാണ്. എന്നാൽ എനിക്കൊരു ഡബിൾ ഓംലേറ്റും 3 ദോശയും കൂടെ എടുത്തോ. ശരി സർ എന്ന് പറയാണ്. എന്നിട്ട് അയാൾ ഡബിൾ ഓംലേറ്റും ദോശയൊക്കെ എടുത്ത് കൊടുക്കുകയാണല്ല. സാറിന് ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ എന്ന് തട്ടുകടക്കാരൻ ചോദിക്കുമ്പോൾ ഞാനിവിടെ ഞാനിവിടെ അമ്മേനെ ഇവിടെ കൊണ്ടാക്കാൻ വേണ്ടി വന്നത്, ഇവിടെ സായാഹ്നത്തിൽ. അപ്പോൾ അമ്മേനെ ഇവിടെ നടതള്ളിയിട്ട് പോവാണല്ലോ, അയ്യോ അങ്ങനെയൊന്നും പറയല്ലേ, എനിക്ക് തീരെ സുഖമില്ലാത്ത ഒരാളാണ്, അപ്പോൾ ഇന്നൊരു ദിവസം രാത്രി മാത്രം അമ്മേനെ അവിടെ നിർത്തണം, നാളെ രാവിലെ തന്നെ ഇവിടെ അമ്മേനെ കൊണ്ടുപോകും എന്നൊക്കെ പറയാണ്. ശേഷം പ്രകാശം മനസ്സിൽ വിചാരിക്കണം, നന്നായിട്ട് ഭക്ഷണം കഴിക്കാം, എന്നാലും പൈസ എന്ന് പറയുമ്പോൾ ഇയാൾ ഇവിടുത്തെ പണിയൊക്കെ ചെയ്യിപ്പിക്കും, അതുകൊണ്ട് നന്നായിട്ട് ഭക്ഷണം കഴിക്കാം, പണിയെടുക്കാൻ ആരോഗ്യം വേണ്ടേ എന്ന് പറഞ്ഞിട്ട് നന്നായിട്ട് ദോശയും ഓംലേറ്റൊക്കെ നന്നായിട്ട് തട്ടി വിടുവാട്ടെ പ്രകാശൻ. അതേസമയം നമ്മുടെ അമ്മൂമ്മയുടെ അടുത്ത് അവിടെ ഉണ്ടായിരുന്ന കുറച്ച് അമ്മമാരും അച്ഛന്മാരും എല്ലാവരും കൂടി നിൽക്കുവാണ്. അപ്പോൾ നമ്മുടെ ഭാനുമതി അമ്മയുടെ അടുത്ത് ഒരു അമ്മൂമ്മ വന്നിരിക്കുന്നുണ്ട്. എന്നിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ ഭാനുമതി അമ്മയുടെ അടുത്ത് പറയാം കേട്ടോ. ഭാനുമതി അമ്മക്ക് അറിയാവോ, ഇവിടെ ഒരു മേഡം ഉണ്ട്, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്ന മേഡമാണ്, മേഡത്തിൻ്റെ നാളെ ഭാനുമതിയുടെ കാര്യങ്ങളൊക്കെ പറ, മേഡം നല്ല സ്വഭാവമുള്ള സ്ത്രീയാണ്, ഭാനുമതി അമ്മയുടെ നിർത്താൻ സമ്മതിക്കും എന്നൊക്കെ പറയാണ്.
പക്ഷെ ആ അമ്മ പറയുന്നുണ്ട്, ഭാനുമതിയമ്മക്ക് അറിയാവോ, എനിക്ക് 3 ആമക്കളാണ് ഉള്ളത്. 3 പേരുടെയും ഇഷ്ടത്തിനനുസരിച്ച് കല്യാണം ഞാൻ നടത്തി കൊടുത്തു. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നല്ല രീതിയിൽ തന്നെ കല്യാണം നടത്തി കൊടുത്തു. അങ്ങനെ കല്യാണം കഴിഞ്ഞപ്പോഴേക്കും അവരോരോരോ വീട്ടിൽ ആയി തുടങ്ങി. ഇളയവനാണ് തറവാടിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണത്. അവൻ കുറച്ച് നാൾ കഴിയുമ്പോൾ പറഞ്ഞു മൂത്തവൻ്റെ കൂടെ പോയി ഒന്ന് കുറച്ച് ദിവസം നിൽക്കാനായിട്ട്. ഞാൻ മൂത്തവൻ്റെ വീട്ടിലേക്ക് പോയി നിന്നു. അവിടെ പോയിട്ട് അവിടെ കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും അവൻ പറയും രണ്ടാമത്തവൻ്റെ വീട്ടിൽ പോയി നിൽക്കാനായിട്ട്. അങ്ങനെ രണ്ടാമത്തവൻ്റെ വീട്ടിൽ പോയി നിൽക്കും. അങ്ങനെ അവർ തട്ടിക്കളിച്ചുകൊണ്ടേയിരുന്നു. ഒരു വീട്ടുജോലിക്കാരുടെ ആവശ്യമില്ലേ, അതുപോലെ തന്നെ തട്ടിക്കളിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ പ്രായം കൂടുതപ്പോൾ എനിക്ക് പണിയെടുക്കാൻ ആവതില്ലാതായി. നമ്മളെ തെരുവ് വീട്ടിൽ നായ്ക്കളെയൊക്കെ വളർത്തില്ലേ ഭാനുമതിയമ്മ, അവരുടെ കൂടെയൊക്കെ പോകുമ്പോൾ ചില വീട്ടുകാർ അവർ ഉപേക്ഷിച്ച് കളയില്ലേ, അതുപോലെ തന്നെ എനിക്ക് വയസ്സായി, എൻ്റെ മുടിയൊക്കെ മുടിയൊക്കെ പോയി തുടങ്ങിയപ്പോഴേക്കും അവരും എന്നെ പകുതിക്ക് ഉപേക്ഷിക്കാൻ തുടങ്ങി. അതിനുശേഷം ഒരു ദിവസം, ഒരു ശിവരാത്രി ദിവസം, അതിനെ ഒരിക്കലും മറക്കില്ല ഭാനുമതിയമ്മേ. ആ ശിവരാത്രി ദിവസം അവരെന്നെയും കൂട്ടിക്കൊണ്ട് തിരക്കുള്ള സ്ഥലത്തേക്ക് പോയി. എന്നിട്ട് അവിടെ എത്തിയപ്പോഴേക്കും എന്നെ ഉപേക്ഷിച്ച് പോയി കളഞ്ഞു. പക്ഷെ എനിക്കറിയില്ലായിരുന്നു അവരെന്നെ ഉപേക്ഷിച്ചതാണെന്ന്. ഞാൻ അവിടെയൊക്കെ എൻ്റെ മക്കൾ തേടി നടന്നു. അങ്ങനെയാണ് ഇവിടുത്തെ മേഡത്തെ കണ്ടുമുട്ടിയത്. മേഡം എന്നെയും കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നു. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ മക്കൾ എന്നെ ഉപേക്ഷിച്ച് പോയതാണെന്ന്. എന്ന് പറഞ്ഞിട്ട് ആ അമ്മ പൊട്ടിക്കരയാട്ടോ. അത് കേൾക്കുമ്പോഴേക്കും ഭാനുമതിയമ്മയും കരയുന്നുണ്ട്. ശേഷം ആ അമ്മ പറയുന്നുണ്ട്, സത്യം പറയാലോ ഭാനുമതിയമ്മേ, മക്കൾ എത്ര ഉണ്ടായിട്ടും കാര്യമില്ല, 5 or 10 ഉണ്ടായിട്ട് കാര്യമില്ല. അതിൽ ഒരു മക്കളെങ്കിലും നമ്മളെ സ്നേഹിക്കുന്ന ഒരാളുണ്ടായാൽ മതി. ഇപ്പം എനിക്ക് തോന്നുന്നു എനിക്ക് ജനിച്ചത് മക്കളാണ്. പക്ഷെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും എനിക്ക് ഈ ഗതി വരില്ലായിരുന്നു. കാരണം എന്താണെന്നറിയാമോ, പെൺകുട്ടികൾക്ക് അമ്മമാരുടെ കഷ്ടപ്പാട് അറിയാം. കാരണം അവരും പെണ്ണാണല്ലോ. അതുകൊണ്ട് പെൺമക്കൾ എന്തായാലും മക്കൾ അത്രയും ദുഷ്ടത്രയൊന്നും കാണിക്കില്ലെന്ന ഭാനുമതിയമ്മ എനിക്ക് തോന്നുന്നത്. ഞാൻ ദൈവത്തോട് ഇപ്പോൾ പ്രാർത്ഥിക്കായിരുന്നു, ആ 3 ആമക്കളിൽ ഒരെണ്ണം പെണ്ണായിരുന്നെങ്കിൽ എനിക്ക് ഇത്ര അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു, ഇങ്ങനെ ഒറ്റപ്പെട്ട് നിൽക്കേണ്ടി വരില്ലായിരുന്നു, ഇതുപോലെ കഴിയേണ്ടി വരില്ല എന്നൊക്കെ ആലോചിക്കായിരുന്നു ഭാനുമതിയമ്മ എന്നൊക്കെ പറയാം കേട്ടോ. ആ സമയത്ത് നമ്മുടെ ഭാനുമതി അങ്ങനെ പതുക്കെ മനസ്സ് മാറി തുടങ്ങാണ്. ഭാനുമതി അങ്ങനെ മനസ്സിലിങ്ങനെ ആലോചിക്കുകയാണ് തൻ്റെ കല്യാണിയോട് താൻ ചെയ്ത് തെറ്റ്. ചെറുപ്പത്തിൽ കല്യാണി ഭക്ഷണം കഴിക്കാനിരിക്കുന്ന സമയത്ത് കാദംബരി ചോദിക്കുമായിരുന്നു, കല്യാണി നീ എന്താ ചോറെടുക്കാത്തത് എന്ന് ചോദിക്കുമ്പോഴേക്കും നമ്മുടെ അമ്മ പറയുമായിരുന്നു, അവൾ ചോറൊന്നും കഴിക്കേണ്ട, അവൾ ആ കഞ്ഞിവെള്ളം കുടിച്ചാൽ മതി എന്ന് പറയുമ്പോൾ കല്യാണി അപ്പോൾ ആക്ഷൻ കാണിക്കുമായിരുന്നു, കഞ്ഞിവെള്ളം മതി എന്ന് പറയുമായിരുന്നു. ആ സമയത്ത് കാദംബരി ചോദിക്കാം, അമ്മമ്മ കുറച്ച് ചോറ് അവൾക്ക് ഇട്ട് കൊടുക്കേ, അവൾ ചോറൊന്നും കഴിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വിക്രമാദിത്യനെ മടിയിലേക്ക് വെച്ചിട്ട് അമ്മമ്മ വിക്രമിനെ മാത്രം ചോറും മീനൊക്കെ ഉരുട്ടി കൊടുക്കുമായിരുന്നു. ഇച്ചിരി ചാറ് നമ്മുടെ കാദംബരിക്കും കൊടുക്കുമായിരുന്നു. അതിനുശേഷം കല്യാണിക്ക് പഠിക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായപ്പോൾ ദൈവം പഠിക്കാൻ ചേർത്തപ്പോഴേക്കും ആ ബുക്സൊക്കെ എടുത്തിട്ട് അതാണ് മുറ്റത്തൊരു തീ കൂട്ടിയതിന് ശേഷം അതിലേക്കിട്ട് വലിച്ചെറിഞ്ഞ ആ ഭാഗങ്ങളൊക്കെ നമ്മുടെ അമ്മൂമ്മ ആലോചിക്കുക കേട്ടോ. അതൊക്കെ ആലോചിച്ചിട്ട് അമ്മൂമ്മക്ക് ഇപ്പോൾ ഭയങ്കര വിഷമം തോന്നുന്നുണ്ട്. അങ്ങനെ കല്യാണിനെ ഓരോരോ സമയത്ത് എങ്ങനെയൊക്കെയാണോ അവരെ കല്യാണിനെ അതുപോലെ തന്നെ പശുത്തൊഴുത്തി കെടുത്തതും ഉപദ്രവിച്ചതും ഒക്കെ നമ്മുടെ അമ്മൂമ്മ ആലോചിച്ചിട്ട് ആകെ വിഷമിക്കുകയാണ്. അങ്ങനെ കല്യാണിയുടെ മുഖം മാത്രമേ അമ്മൂമ്മക്ക് അപ്പോൾ ഓർമ്മയുള്ളൂ. അമ്മൂമ്മ കല്യാണിയുടെ മുഖം ആലോചിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഭാഗത്തോട് കൂടിയിട്ടാട്ടോ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. നാളെ എന്തായാലും പ്രകാശൻ ആ തട്ടുകടയിൽ കൊടുക്കാൻ പൈസ ഇല്ലാണ്ട് അവിടുത്തെ പാത്രങ്ങളൊക്കെ കഴുകുന്ന ഭാഗം അത് നാളെ ആയിരിക്കും. അതുകൊണ്ടിട്ടാണ് അവിടുത്തെ ജോലിയൊക്കെ അയാൾ ലഭിക്കുന്നത്. അങ്ങനെയാണ് കിരണിനെയും കല്യാണിക്ക് ഫുഡ് വിളമ്പി കൊടുക്കുന്ന ഭാഗമൊക്കെ കേട്ടോ. എന്തായാലും കാത്തിരുന്ന് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.